ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞങ്ങൾ തായ്ലൻഡിൽ പോയപ്പോൾ ഒരു ആനപ്പുറത്ത് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ആന സവാരി ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നല്ല രസമായിരുന്നു. അപ്പോൾ എനിക്കാണെന്ന് വെച്ചെങ്കിൽ ഭയങ്കര പേടിയാണ്. ആനനെ ദൂരെ നിന്ന് കാണുന്നത് പോലും ഭയങ്കര പേടിയുള്ള ആളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെ കൂടെയുള്ള എല്ലാവരും ആനപ്പുറത്ത് കയറുമ്പോൾ എൻ്റെ മോൾക്ക് കയറാൻ ആരുമില്ല എന്ന് വിചാരിച്ചിട്ട് അവളിങ്ങനെ വിഷമിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കൂടെ ഉള്ളവർക്ക് 1 വയസ്സും 10 മാസമായ കുട്ടികളുണ്ട്. അവരൊക്കെ അവരെയും കൂടി കയറ്റണ കണ്ടപ്പോൾ പിന്നെ ഞാനും പോയി കയറിയിട്ടാ. അപ്പോൾ അങ്ങനെ നമ്മൾ ആനപ്പുറത്ത് കയറിയതിന് ശേഷം ഉണ്ടായ ഒരു കാര്യമാണ് തമ്പനയിലിൽ കണ്ടിട്ടുണ്ടാവും. അതായത് ഞങ്ങൾ ആനപ്പുറത്ത് കയറിയതിന് ശേഷം ഇപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ എൻ്റെ ഫോണ് അവരുടെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളതിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ ജസ്റ്റ് നീങ്ങി ഉടനെ മോളെ ഫോണ് കയ്യിൽ നിന്ന് വീണ്, മോളുടെ ഐഫോണ് കയ്യിൽ നിന്ന് വീണ്. ഉടനെ തന്നെ അവൾ പിന്നെ അവിടെ ഇരുന്നിട്ട് ആനപ്പുറത്ത് ഇരുന്നിട്ട് പറഞ്ഞു, അയ്യോ എൻ്റെ ഫോണ് പോയി എന്ന് പറഞ്ഞിട്ട് അവൾ ബഹളം ഉണ്ടാക്കി. ഉടനെ തന്നെ ആ പാപ്പാൻ എന്താ പറഞ്ഞതെന്ന് അറിയില്ല, ആ ഫോൺ എടുത്തിട്ട് കയ്യിൽ കൊടുക്കുന്ന ആ ഭാഗങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ഞങ്ങൾ വിചാരിച്ച് ഫോൺ അങ്ങനെ ചവിട്ടി ആകെ തകിടുപൊടിയാക്കി കഴിഞ്ഞ് ഫോണിൻ്റെ കഥ എന്നുള്ളൊരു വിഷമമാണ് ഉണ്ടായത്. നോക്കുമ്പോൾ ഉടനെ ആന നിന്ന് തിരിഞ്ഞ് ആ ഫോണെടുത്ത് പാപ്പാൻ്റെ കയ്യിൽ കൊടുത്ത്. കണ്ട പിന്നെ ആനനെ കാണാൻ തന്നെ പേടിയുള്ള ഞാൻ ആനപ്പുറത്ത് കയറുമെന്ന് എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. കാരണം ഞാൻ കയറില്ല, അങ്ങനെയാണ്. പക്ഷേ ഈ ചെറിയ കുട്ടികളായിട്ട് 10 മാസം 1 വയസ്സായ കുട്ടികളുണ്ട് ഞങ്ങളുടെ ആ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഭയങ്കര കൂളായിട്ട് കയറുന്നുണ്ട്. ഞാനിങ്ങനെ സൈഡിൽ ചെന്നിട്ട് ഇങ്ങനെ നോക്കി, മോളൊക്കെ അവിടെ ചെന്ന് നിൽക്കുന്നുണ്ട്, ഞാൻ ഇപ്പോൾ ആരെ കൂടെ കയറുക എന്നുള്ള ലെവലിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ കയറി പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ചെറിയ കുട്ടികളൊന്നും കയ്യിലില്ലല്ലോ, ഒന്ന് കയറാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറി. അരമണിക്കൂറാണ് നമുക്ക് ഈ ആന സവാരി ഉള്ളത്. പക്ഷെ ഞാൻ ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേനും ഞങ്ങൾ തിരിച്ച് വന്നു. എനിക്ക് ഒരു പേടി, ആന റോട്ടിൽ കൂടെ മാത്രമൊന്നുമല്ല, ആന കാടിൻ്റെ ഉള്ളിലേക്കും കുഴിയിൽക്കും കുണ്ടിൽക്കും ഒക്കെ ഇറങ്ങുകയാണ്. അപ്പോൾ എനിക്കൊരു ഭയങ്കര പേടിയായിട്ട് ഞങ്ങൾ വേഗം തിരിച്ചു വന്നു. അപ്പോൾ മോള് പറയുന്നുണ്ട്, എന്ത് പണിയാണ് കാട്ടി, ഇത്ര കുറച്ച് നേരം ഒരു അരമണിക്കൂർ സമയം ഉണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു കയറാൻ പറ്റിയത് തന്നെ കാര്യം. എന്തായാലും ആനപ്പുറത്ത് കയറി ഒരു 15 മിനിറ്റ് നേരമെങ്കിലും, 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി നമ്മൾ അങ്ങോട്ട് പോയി പകുതി ഇങ്ങോട്ട് വരിക, അങ്ങനെയാണ് ആകെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. എന്നാലും ആനപ്പുറത്ത് കയറിയതും ഈ ഒരു എന്താ പറയുക, ഫോണ് വീണത് ആ ഒരു ഭാഗം ഒന്ന് കാണിക്കാമെന്നും കൂടി വിചാരിച്ചിട്ടാട്ടോ ഈ ഒരു ഭാഗം ഇട്ടത്. അപ്പോൾ ഈ ആനകളൊന്നും അങ്ങനെ വലിയ പ്രശ്നക്കാരുള്ള ആനകളല്ല എന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ടൊക്കെ ഒന്ന് ആനപ്പുറത്ത് കയറി എന്ന് പറയാം. ആ കുട്ടികളൊക്കെ കണ്ട് 1 വയസ്സായ കുട്ടിയാണ് ഇപ്പോൾ കയറിയിട്ടുള്ളത്. പിന്നെ ആന നേരെ പോണത് ഒരു കാടിൻ്റെ ഉള്ളിലേക്കാണ്. അതായത് കുണ്ടും കുഴിയും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൂടിയാണ്. അപ്പം ഇങ്ങനെ താഴത്തേക്ക് നോക്കുമ്പോൾ കുഴിയും കുണ്ടൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുക ആനയുടെ കാലം എങ്ങാനും ഒരു കുഴി ചാടി നമ്മൾ കെട്ടിമറിഞ്ഞ് വീഴുമോ എന്നൊക്കെ ഒരു തോന്നലാണ് ഞാൻ പെട്ടെന്ന് മടങ്ങി വരാൻ കാരണം. എന്തായാലും നല്ലൊരു രസമായിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനിയും നമ്മളെ തായ്ലൻഡ് വീഡിയോ കുറേ വരാനുണ്ട്. അപ്പോൾ ഞാനതൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഫോണിൽ തീരെ സ്പേസ് ഇല്ല, എല്ലാം അപ്ലോഡ് ചെയ്തിട്ട് വേണം ഫോണിൽ നിന്ന് ഡിലീറ്റാക്കി കളയാൻ. നമ്മളെ കൂടെ വന്നവർ ചിലരൊക്കെ കയറാൻ പേടിച്ചിട്ട് മാറി നിന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ചെറുപ്പക്കാരെന്നെ കയറാൻ പേടിച്ച് മാറി നിന്നവരൊക്കെ ഉണ്ട്. അപ്പം ഞാനെന്തായാലും കയറി എന്ന് പറയണം. അപ്പോൾ ഓക്കേ, ബൈ ബൈ.